Hi, hello guys, welcome back to my YouTube channel Dot from Universe. Hope you guys all are going very good. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ റീഡിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോയിൽ നമ്പർ കാണുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് കുറേ ആൾക്കാരുടെ ജീവിതത്തിൽ ഞാനൊരു വെയിറ്റിംഗ് കാണുന്നുണ്ട്. ഓക്കെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ ഞാൻ കാണുന്നുണ്ട്. ആൾ ഫസ്റ്റ് ഇങ്ങോട്ട് വരുമോ അല്ലെങ്കിൽ ഞാൻ ആദ്യം അങ്ങോട്ട് പോകണമോ, എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്നാലോചിച്ച് വളരെയധികം നിങ്ങളുടെ അടുത്ത് തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങോട്ട് പോകണമോ, പോയി കഴിഞ്ഞാൽ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി അവിടെ അവരുടെ മനസ്സിൽ നഷ്ടമായി കാണുമോ. അതായത് രണ്ടുപേരും ഈ ഒരു സൈഡിൽ നിൽക്കുന്ന ആളായാലും അപ്പുറത്തെ ഒരു സൈഡിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും ചിന്തിക്കുന്നത് സെയിം ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഒരുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതിൽ വേറെ മാറ്റങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഇങ്ങോട്ട് വരാനുള്ള മടി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളടുത്ത് തിരിച്ച് വരണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം ഞാനിവിടെ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് വരാൻ പറ്റില്ല. വരാൻ പറ്റാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള റീസൺ നിങ്ങളെന്ന് പറയുന്നത് ഒരു അടഞ്ഞ വാതിലായി മാറി. നിങ്ങൾ അവരവിടെ ക്ലോസ് ചെയ്തു ആ ഒരു ഡോറ്. ഇനി ആ ഡോറിലേക്ക് എൻട്രി ചെയ്യാൻ അവർക്ക് അനുവാദമില്ല എന്നാണ് അവരുടെ മനസ്സിൽ അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഇത്രയും തെറ്റ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങളിലേക്ക് തിരിച്ചു വരും, എങ്ങനെ ഞാൻ അഥവാ തിരിച്ചു വന്നാൽ പോലും നിലവിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നടന്നു പോയ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നാണ് അവരിപ്പോൾ വളരെയധികം സംഘർഷത്തിൽ നിൽക്കുകയാണ് അവരുടെ മനസ്സിൽ. ഓക്കെ, അതായത് അതുപോലെ തന്നെ അവർ തെറ്റ് ചെയ്തു, നിങ്ങളെ പഴിചാരിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് അവർക്ക് നിങ്ങളെ വിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും നിങ്ങൾ മനസ്സുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ പോലും നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയും മേ ബി ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒരു ലോങ് ലൈക്ക് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഏതോ ഒരു ചേച്ചിയോ ചേട്ടനോ അവരിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ വെറും മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഈ ഒരു പേഴ്സൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇവിടെ നിന്ന് നിങ്ങളടുത്ത് പോയത് തന്നെ വേറൊരു നല്ലൊരു കാര്യം കണ്ടു, അതിൽ ഹാപ്പിനെസ് ഉണ്ടാവും, അതാണ് ഏറ്റവും വലിയൊരു കാര്യം ലൈഫിൽ എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് അവർ പോയത്. പക്ഷേ എന്തുകൊണ്ടോ അവർ വിചാരിച്ചതുപോലത്തെ ഒരു സക്സസ് കിട്ടിയില്ല. പോയ സമയത്തൊക്കെ എൻജോയ് ചെയ്തു, ഹാപ്പി ആയിരുന്നു, ലൈഫ് ഇതാണ്, എൻ്റെ എൻജോയ്മെൻറ്റ് ഇതാണ്, എൻ്റെ ഹാപ്പിനെസ് ഇതാണ്, എനിക്ക് ദൈവം തന്നതുപോലെ തന്നെ കിട്ടി എന്നൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവമെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, അവരിവിടെ നിന്ന് തിരിച്ചു പോയി അവർക്ക് അതുപോലെ നല്ലതായിട്ട് ദൈവം കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ തിരിച്ചടി അവർക്ക് അവിടെ യൂണിവേഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതവർക്ക് അവരുടെ ലൈഫിൽ കിട്ടുകയും ചെയ്തു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് വന്നൊരു ടെസ്റ്റിംഗ് ആയിരുന്നു ഈ ഒരു ടെസ്റ്റിംഗ് പേഷ്യൻസ് ആയിരുന്നു. ലൈക്ക് ടെസ്റ്റിംഗ് പേഷ്യൻസ് എന്നും പറയാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് പോകുമോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റിംഗ് പോലെ തന്നെയായിരുന്നു ഈ തേർഡ് പാർട്ടിയുടെ വരവ് എന്ന് ഞാൻ എടുത്തു പറയാം ഇവിടെ. ഓക്കെ, ആ ഒരു ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ഒരു മുഖം മൂടി, അവരണിഞ്ഞിരുന്ന മാസ്ക് എങ്ങനെയാണെന്ന് വളരെയധികം കൃത്യമായിട്ട് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ ശരിക്കുള്ള കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടി വിട്ടിട്ട് പോയി, എന്താണ് സംതിങ് അവിടെ ഹാപ്പൻ ചെയ്തതെന്ന് റിയലൈസ് ആവാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറേ പേർക്ക് അത് റിയലൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങുകയും വളരെയധികം ഹാപ്പിനെസ് കണ്ടെത്തുകയും നിങ്ങളുടെ ഒരു എന്താ ഞാൻ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ സെൽഫ് ജേണി ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുകയും നിങ്ങളുടെ ഒരു സന്തോഷം അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതങ്ങനെ കാണുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം നിങ്ങളുടെ ഒരു എനർജി ആ ഒരു പേഴ്സണിലേക്ക് പോയി കഴിഞ്ഞിരുന്നു ഓൾറെഡി. അത് നിങ്ങളുടെ എനർജി ട്രെയിൻ ചെയ്യുക, ആ ഒരു പേഴ്സൺ അവിടെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഇപ്പോൾ അത് നേരെ തിരിച്ചു വന്നിരിക്കുകയാണ്. ആ ഒരു പേഴ്സൻ്റെ എനർജി ഡേ ബൈ ഡേ കുറയുകയാണ്. ബിക്കോസ് അവർ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അതുപോലെ കാഠിന്യമേറിയതാണ്. ഓക്കെ, മേ ബി ചിലവരൊക്കെ നാട്ടിൽ തന്നെ കാണുമായിരിക്കാം, എവിടെ തന്നെ ആണെങ്കിലും ചിലവർ കുറച്ച് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ചിട്ട് മാറി നിൽക്കുന്ന കുറേ അവസ്ഥ ഞാൻ കാണുന്നുണ്ട് തേർഡ് പാർട്ടി ആയിട്ട്. കാരണം ഇപ്പം അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കുക, അവിടെ ഓരോ ദിവസം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യുക. ഇതാണിപ്പോൾ അവരുടെ ഒരു മെയിൻ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവർക്ക് എന്നും അവിടെ പണിയാണ്, അവിടെ എന്തെങ്കിലുമൊക്കെ പുതിയ പ്രശ്നം ഇവർ പോലും അറിയാതെ തുടങ്ങും. ഓക്കെ, അതും ഇവർ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഇവർ പുറകെ നടക്കണം. ചിലപ്പോൾ അവർ തേർഡ് പാർട്ടി ആയിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നമായിരിക്കും, വെറുതെ ഒരു വഴക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കലഹം അങ്ങനെയൊക്കെ തുടങ്ങുന്നതായിരിക്കും. പക്ഷേ ആ ഒരു പേഴ്സൺ അത് റിയലൈസ് ചെയ്യുന്നില്ല എന്നതാണ്
സത്യം. അവരിങ്ങനെ ഡീപ്പായിട്ട് അവർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോഴും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാണ്ട് വരുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നപ്പോൾ അവർക്ക് കിട്ടിയ ഒരു വെർത്ത്, എന്തുമാത്രം വാല്യൂ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു. ആ റിലേഷൻഷിപ്പ് എല്ലാം കളഞ്ഞിട്ടാണ് ഞാനെന്ന് പറയുന്ന ഒരാൾ വേറെ ഒന്നിൻ്റെ പുറകെ പോയത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ത് മോശമാണ്, തിരിച്ച് അങ്ങോട്ടും പോകാൻ പറ്റില്ല, കാരണം ഒരു പേഴ്സൺ അതുപോലെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളടുത്ത് ഇപ്പോൾ ഒരു പാവം തോന്നുന്നൊരവസ്ഥയാണ്. അതായത് നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ട് കൊണ്ട് തിരിച്ച് വരാനും പറ്റത്തില്ല, എനിക്ക് ഇതുപോലത്തെ ഒരാളെ കിട്ടത്തുമില്ല, നിങ്ങൾ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനെയുള്ളൊരു വല്ലാത്ത അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ നിലവിൽ നിൽക്കുന്നത്. സോ വൺസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, തിരിച്ചെന്തായാലും വരുമെന്നാണ് ഞാനിവിടെ കാണുന്നത്. തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ ബിഹേവിയർ വെച്ചിട്ട് നിങ്ങൾക്കാണ് ഡിസൈഡ് ചെയ്യാനുള്ളത്, ഒരു ചാൻസ് കൊടുക്കണമോ അത് കൊടുക്കണ്ടയോ. ബട്ട് എന്ത് തന്നെയാണെങ്കിൽ പോലും എനിക്ക് നിങ്ങളോട് പേഴ്സണലി പറയാനുള്ളത്, എന്ത് കാരണം കൊണ്ടോ ആയിക്കോട്ടെ, അത്രയും സ്നേഹബന്ധത്തിൽ നിങ്ങളുടെ അടുത്ത് നിന്നൊരാൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ വിട്ടിട്ട് വേറൊരു പേഴ്സൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നത്, അപ്പോൾ അവർ എന്ത് വാല്യൂ ആണ് ഈ റിലേഷൻഷിപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം മറ്റു കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായി, അതും കൂടെ കൊണ്ടാണ് പോയത് എന്നെ വിട്ടിട്ട്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ, എനിക്ക് സമ്മതിക്കാം, ഒരു ചാൻസ് കൊടുക്കാം. കാരണം എൻ്റെ സൈഡിലുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് പോയത്, അതിൽ ഞാനും തെറ്റുകാരിയാണ്, അതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാനോ കുറ്റം പറയാനോ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ ഒരു ഇതാണ് പറയുന്നത്. നിങ്ങൾക്ക് ദൈവം ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ ലെസൺ തന്നു, ആ ലെസൺ നിങ്ങൾ പഠിച്ചു, ആ ലെസൺ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആൾക്കാരെ എങ്ങനെ മുന്നോട്ട് വരുന്ന ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം ഒക്കെ നിങ്ങൾ പഠിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും വെറീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ ആണെങ്കിൽ പോലും വളരെയധികം ബ്രൈറ്റായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ ഒരുപാട് ലെസൺ പഠിച്ചതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ നല്ലൊരു സൈക്കിൾ, അവിടെ ഒരുപാട് ഹാപ്പിനെസ്, അബണ്ടൻസ് അതൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ അവർ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു വെറുത്ത് കിട്ടുന്നില്ല, അവരൊരു അടിമയെ പോലെ അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, അവർക്ക് മാത്രമല്ല അവരുടെ ഫാമിലിയെ പോലും കുറ്റപ്പെടുത്തി അതൊക്കെ കേൾക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ കേട്ട് നിൽക്കേണ്ടി വരുന്ന പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും തേർഡ് പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നീ അവരെ കളഞ്ഞിട്ട് വന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലുള്ള ടോക്സും, അപ്പം നീ എന്നെ വിട്ടിട്ട് പോകില്ലെന്ന് എനിക്ക് എന്താ ഉറപ്പ്, അപ്പം ഞാൻ ഇനി എന്ത് ധൈര്യത്തിലാണ് എൻ്റെ കൂടെ നിർത്തുക. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ അത്രയും അവരെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നത്, ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട്, ഇവർക്ക് അല്ലെങ്കിൽ ഇവന് വേണ്ടിയിട്ടാണല്ലോ അത് വിട്ടിട്ട് വന്നിട്ട് ഇവർ തന്നെ എന്നെ ഇങ്ങനെ പഴിചാരുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സണിന് കേൾക്കേണ്ടി വരുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഞാനിപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോഴവർക്ക് നിങ്ങളുടെ തുടങ്ങി വരാൻ പറ്റത്തില്ല. വരാൻ വേണ്ടി അവരൊന്ന് ഇത്തരത്തിൽ അവർ പ്ലാൻ ചെയ്യുന്ന ഒരു ടൈമായിട്ടാണ് ഞാൻ കൂടുതലും കാണുന്നത്. എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരും, എങ്ങനെ നിങ്ങളെ അപ്രോച്ച് ചെയ്യും, അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞ് നിങ്ങളെ സമാധാനപ്പെടുത്താൻ പറ്റും, അങ്ങനെ ഒരു അപ്രോച്ചിങ്ങും നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ വരാം, ഒന്നും സർപ്രൈസായിട്ട് വരണോ, അല്ലെങ്കിൽ ഒന്ന് പ്രതീക്ഷിക്കാതെ എവിടെയെങ്കിലും വെച്ച് കാണുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഒന്ന് ഒരു കോംപ്രമൈസിലേക്ക് എത്താനൊക്കെ പറ്റുമോ എന്ന രീതിയിലും അവർ ചിന്തിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഫുൾ കണ്ടാൽ മതി, ഇല്ലാന്ന് തോന്നുന്നെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ, കാരണം ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് ഇൻജെക്റ്റ് ചെയ്യാൻ നോക്കരുത്, അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ നിലവിലുള്ള നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലുള്ളത്, അവരുടെ ഹിഡൻ ആയിട്ടുള്ള, അവർക്ക് നിങ്ങളോട് ഒരിക്കലും പറയാൻ പറ്റാത്തത്, എന്നാൽ അവരുടെ മനസ്സിൽ നിങ്ങളെപ്പറ്റി ഉള്ളതും അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും അറിയിക്കണം എന്നുണ്ട്. കാരണം നീ എൻ്റെ കൈവിട്ട് പോവില്ല, നീ എനിക്ക് വേണ്ടി നിൽക്കണം. ഞാൻ ഇന്നലെ ആണെങ്കിൽ പോലും ടെലിപ്പതിക്കൽ ഒരു മെസ്സേജ് അത് ഇതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. നിങ്ങളത് അവർക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊന്ന് കൂടെ നിൽക്കണം, നിങ്ങളുണ്ടായിരുന്നെങ്കിലെന്ന്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെയും കാണുന്നത്. നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങൾ കൂടെ നിൽക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് അവരുടെ മൈൻഡിൽ അവർ പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഞാനിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫർദർ മോർ ഏഞ്ചൽ മെസ്സേജ് നോക്കാം. എന്താണ് ഏഞ്ചൽ മെസ്സേജ്? എന്താണ് ഫർദർ മോർ ഏഞ്ചൽ മെസ്സേജ്? ഓക്കെ,
ഇതിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓപ്ഷൻ തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തുനിന്ന് പോയത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. അത് ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ ഒരു ചോയ്സ് എന്നാണ് പറയുന്നത്. സോ എന്ത് കാര്യമാണെങ്കിലും ഈ ഒരു പേഴ്സൺ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു സമയത്ത് അവർക്ക് നിങ്ങളിലേക്ക് പെട്ടെന്ന് റഷായിട്ട് വരാൻ പറ്റത്തില്ല. പക്ഷേ ആ പേഴ്സൺ വന്ന് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ഹാപ്പിനെസ്സിനെ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹാപ്പിനെസ്സിനായിട്ട് പ്രാർത്ഥിക്കുക. നെഗറ്റീവായിട്ടൊന്നും തലയിലെടുക്കാതിരിക്കുക. വേറെ പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഒന്നിനും വേണ്ടിയിട്ട് പാൻ ഓടാതിരിക്കുക അതിൻ്റെ പുറകെ. നിങ്ങൾ അങ്ങോട്ട് പോയി ടെക്സ്റ്റ് ചെയ്യും, അങ്ങോട്ട് റഷായിട്ട് പോയി കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വരും. സോ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജാണോ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് നന്നായിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.